സ്വന്തമായിട്ട് ഭൂമി ആയല്ലോ, ആരിറങ്ങിപ്പോകാൻ അതൊന്നും പറഞ്ഞില്ല. അതിനായിട്ട് സന്തോഷം. അവൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ പട്ടയം കിട്ടാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ മന്ത്രി വന്ന് എൻ്റെ കിട്ടി. കിട്ടിയ ശേഷം ഞങ്ങളെ ഭൂമി ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ പഞ്ചായത്തിൻ്റെ ഭൂമി. പട്ടയം കിട്ടിയൊരു സന്തോഷം തന്നെയല്ലേ. സ്വന്തമായി ഒരിഞ്ച് ഭൂമി ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ആ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബാംഗങ്ങൾ. ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കൊട്ടേക്കാട്, കുന്നത്തേരി, കറുത്തേടത്ത്, കുഞ്ഞമ്പു എസ് സി ഉന്നതി എന്നീ നിവാസികളുടെ കയ്യിലേക്ക് അവരുടെ ഭൂമിയുടെ അവകാശ രേഖയായ പട്ടയം ലഭിച്ചത് ഈ സർക്കാരിന്റെ ഭരണകാലത്താണ്. 2764 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി അവരുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ പടർത്തിയ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വീണ്ടും തൃത്താല മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ സ്വന്തമായി ഒരിഞ്ച് ഭൂമി എന്ന പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് തൃത്താലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ. ദശാബ്ദങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് തൃത്താല മണ്ഡലത്തിലെ 2764 കുടുംബങ്ങൾക്കാണ് ഈ 5 വർഷത്തിനിടെ ഭൂമിയുടെ അവകാശ രേഖയായ പട്ടയം കൈമാറിയത്. ഞങ്ങളിപ്പോൾ താമസം 14 വർഷമായി. ഞങ്ങൾക്ക് അതിനായിട്ട് പട്ടയം കിട്ടി സന്തോഷം. ഞങ്ങൾ സ്വന്തം ഭൂമി ആയല്ലോ. ഞങ്ങൾക്ക് മന്ത്രിയോട് സന്തോഷമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സന്തോഷമാണ്. സ്വന്തമായിട്ട് ഭൂമി ആയല്ലോ, ആരിറങ്ങിപ്പോകാൻ അതൊന്നും പറഞ്ഞില്ല. അതിനായിട്ട് സന്തോഷമുണ്ട്. പട്ടയം കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ കാലം നടന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങൾക്കൊരു കഴിവ് കിട്ടിയിരുന്നത്. പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയത്. അതുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം തന്നെ, എപ്പോഴും സന്തോഷം തന്നെ. കിട്ടിയ ശേഷം ഞങ്ങളെ ഭൂമി ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ പഞ്ചായത്തിൻ്റെ ഭൂമിയാണ്. കൊട്ടേക്കാട്, കുന്നത്തേരി, കറുത്തേടത്ത്, കുഞ്ഞമ്പു എസ് സി ഉന്നതി നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കിയത് ഈ സർക്കാരിന്റെയും മന്ത്രി MP രാജേഷിന്റെയും ശക്തമായ ഇടപെടലുകളുടെ ഫലമായാണ്. ഉന്നതി നിവാസികൾക്ക് കൈത്താങ്ങായി നിരവധി വികസന പദ്ധതികളും നടപ്പിലാക്കാനായി. പട്ടയം നൽകുന്നതിനൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുടെ സമഗ്ര വികസനത്തിനും വലിയ പ്രാധാന്യമാണ് മണ്ഡലത്തിൽ നൽകിയിട്ടുള്ളത്. 4 ഉന്നതികളിൽ 1 കോടി രൂപ വീതം ചെലവഴിച്ച് വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. മാട്ടായ, നെല്ലിക്കുന്ന്, തുറയാറ്റിൻകുന്ന്, ഓണപ്പറമ്പ് എന്നീ ഉന്നതികളിലാണ് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായത്. നമുക്ക് മന്ത്രിയൊക്കെ ഇടപെട്ട കാരണം നമുക്ക് ലൈഫിൽ വീടും കാര്യങ്ങളൊക്കെ, പിന്നെ പട്ടയമൊക്കെ കിട്ടി. ഇതുവരെ അങ്ങനെ പട്ടയമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഭൂമി സ്വന്തമായിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പട്ടയമൊക്കെ മന്ത്രി ഇടപെട്ട കാരണം പട്ടയമൊക്കെ കിട്ടി. ഇപ്പോൾ അത് പെൻഷൻ കാര്യങ്ങളൊക്കെ, വീട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ മന്ത്രി ഇടപെട്ട കാരണമൊക്കെ പിന്നെ സന്തോഷം ഉണ്ടാവില്ല. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് പട്ടയം. ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞ് പട്ടയം കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് 4 സെൻറ്റ് ഭൂമി ഉണ്ടെന്ന് പറയാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സന്തോഷം ഒരുപാട്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇതൊന്നും തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ട് പട്ടയം ഉണ്ടായില്ല. MP രാജേഷ് വന്നാലും ഇപ്പോൾ പട്ടയം സ്വന്തമായി. അതിന് സന്തോഷമുണ്ട്. പിന്നുള്ളതായിരിക്കും പിന്നെ വികസനം, ലൈറ്റ്, റോഡ്, അങ്ങനെല്ലാം ഈ മന്ത്രി വന്നതിന് ശേഷം എല്ലാം പുരോഗമനമുണ്ടായി. ഞങ്ങളുടെ അവിടെ കർഷക കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കർഷക കോളനിയിലായാലും അപ്പുറത്ത് ഞങ്ങൾക്ക് 2-3 കോളനികൾ ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ ഈ വാർഡ്. അപ്പോൾ ആ കർഷക കോളനിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭൂമിയും ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കിവിടെ പട്ടയം എന്നുള്ള സ്വപ്നം. ഞങ്ങൾ പട്ടയ മേള വരെ ഞങ്ങളിവിടെ വലിയൊരു ഇതിൽ മന്ത്രീനെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സർക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനായാലും ഞങ്ങൾക്കിപ്പോൾ 1000 രൂപ നമ്മൾക്ക് കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഈ സർക്കാർ വീട്ടിൽ വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് നടക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പട്ടയം കിട്ടിയൊരു സന്തോഷം തന്നെയല്ലേ. പെൻഷനും കൂടുതലായി. ഇപ്പോൾ 2000 രൂപ വീതം 60 വയസ്സിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് അല്ല. 10-18 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പട്ടയം കിട്ടിയത്. അതൊക്കെ പെട്ടെന്ന് പിന്നെ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സന്തോഷം. പട്ടയം വിവിധ ആവശ്യങ്ങൾക്കായി 4.84 കോടി രൂപയുടെ പ്രത്യേക ധനസഹായം ഉന്നതി നിവാസികൾക്കായി വിതരണം ചെയ്തു. ഒപ്പം വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി വലിയൊരു പദ്ധതിയും മണ്ഡലത്തിൽ നടപ്പിലാക്കി. 4.21 കോടി രൂപ ചെലവഴിച്ച് 314 കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ തന്നെ ആധുനിക രീതിയിലുള്ള പഠനമുറികൾ ഒരുക്കി നൽകി. വരും തലമുറയുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി വലിയ നേട്ടമായാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം സഫലമായതിന്റെ ആത്മവിശ്വാസവും അഭിമാനവുമാണ് ഇന്ന് ഓരോ ഉന്നതി നിവാസികളുടെയും മുഖത്തുള്ളത്.
സ്വന്തം മണ്ണിൽ തലയുയർത്തി നിൽക്കാനുള്ള ഈ കരുത്ത് തൃത്താലയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ വരും തലമുറകൾക്കും വലിയൊരു തണലായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പട്ടയം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 5 വർഷമായി പട്ടയം കിട്ടിയിട്ട്. കാലങ്ങളോ ആയിട്ട് നമ്മൾക്ക് ഒരു പിടുത്തമില്ലാതെ ഈ ഭൂമിയിൽ. അപ്പോൾ നമ്മൾ പട്ടയം കിട്ടിയിട്ട് 5ാമത്തെ വർഷം. നമ്മൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിനെ പറ്റി ഒരുപാട് നന്മകൾ തന്നെ പറയാനുള്ളൂ. ഒരിക്കലും കുറ്റം പറയാനുള്ള വകുപ്പൊന്നുമില്ല. എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളൂ. പെൻഷനായാലും വീട്, ലൈറ്റ്, വെള്ളം, എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് 26 വർഷമായി. അത് നമ്മളെ പ്രസിഡൻറ്റ് മൂസൗട്ടിക്കാണ് എനിക്ക് സ്ഥലം തന്നത്. അത് തനി പാറയായിരുന്നു. പിന്നെ ബാക്കി അനുകൂലങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ വരുമ്പോൾ വെള്ളമില്ല. 3ാമത്തെ മാസത്തിൽ പിന്നെ തുറന്ന കിണറടിച്ചു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം 6ാം മാസത്തിൽ കിണറടിച്ചു. അപ്പോൾ അത്രയും സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഈ ഭരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും കുറ്റം പറയാൻ ഒരു വകുപ്പുമില്ല. എല്ലാം കൊണ്ടും നന്മ തന്നെ പറയാനുള്ളൂ. കുറേ കാലങ്ങൾക്ക് ശേഷം പട്ടയം കിട്ടിയപ്പോൾ നമ്മൾ സ്വന്തമായല്ലോ. അത് നമ്മൾ എപ്പോഴും ഇറക്കി വിടാനും സാധ്യത ഇറങ്ങാനും സാധ്യത. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരാൾ നമ്മളെ പിടിച്ച് ഇറക്കി വിടില്ല. അപ്പം അത്ര അനുകൂലം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്ര നമുക്ക് പറയാനുള്ളൂ. ഒരുപാട് അനുകൂലങ്ങൾ, സന്തോഷം തന്നെയുള്ളൂ. 100% സന്തോഷം. ഇവിടെ വന്നതിൻ്റെ ശേഷം ഒരു 10-16 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം കിട്ടിയത്. കിട്ടാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുക ചെയ്തു. പിന്നെ മന്ത്രി വന്നതിൻ്റെ ശേഷം കിട്ടി. സന്തോഷം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത്. ഇപ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും മന്ത്രി തന്നല്ലോ. മന്ത്രി വന്ന കാരണം ഞങ്ങൾക്ക് പട്ടയമൊക്കെ കിട്ടിയത്, വീട് കിട്ടി. ഇനി മന്ത്രിയും കൂടെ വേണം. പട്ടയം ഇപ്പോൾ 25 കൊല്ലത്തിന് ശേഷം കുറേ നടന്നിട്ടാണ് ഞങ്ങൾക്ക് പട്ടയം ശരിയാക്കുന്നത്. അത് ഇവരൊക്കെ ജയിച്ചിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് റോഡ് ഇവരൊക്കെ ജയിച്ചിട്ട് ഇപ്പോൾ ഈ കോലത്തിൽ അയക്കുന്നത്. അല്ലാതെ ഞങ്ങൾ പാവം ഞങ്ങൾ ഇതില്ലല്ലോ. സ്വന്തം മണ്ണിൽ തലയുയർത്തി നിൽക്കാനുള്ള ഈ കരുത്ത് വരും തലമുറയ്ക്കും വെളിച്ചമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.